അപ്പോൾ വെയിറ്റ് സ്റ്റെക്കിൻ്റെ സീരീസാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ത് ചെയ്യാം, നമുക്ക് ഇന്നൊരു സാലഡ് ആക്കാം. എപ്പോഴും ജ്യൂസും അല്ലെ സ്മൂത്തി ആക്കി പോയാൽ ഒരു മടുപ്പ് ഫീൽ ചെയ്യത്തില്ലേ? സാലഡ് എപ്പോഴും നമ്മുടെ ഡയറ്റിൽ എന്നും പ്രിയപ്പെട്ടതാക്കണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് സെറ്റാക്കണം. അപ്പോൾ അതേ നമ്മൾ കടലയൊക്കെ എന്തായാലും കറി വെക്കാൻ വീട്ടിലെടുക്കുക. ആ വേവിക്കുന്ന നേരത്ത് കുറച്ച് കടല എടുത്ത് വെക്കുക എന്നുണ്ടെങ്കിൽ മക്കൾക്കും കൊടുക്കാം, നമുക്കും ഹെൽത്തി ആയിട്ട് നമുക്കൊരു ഈവനിങ് സ്നാക്സ് അല്ലെങ്കിൽ ഡിന്നറായിട്ട് ഇത് നമുക്ക് വെയിറ്റ് സ്റ്റെക്കുള്ളവർക്ക് ഡിന്നറായിട്ട് എടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സാലഡ് റെസിപ്പിയാണ്. അപ്പോൾ കണ്ടാലാ നമുക്ക് ആദ്യം ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കേണ്ടത് കടല വേവിച്ച് വെള്ളക്കടലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വെള്ളക്കടലയും കറുപ്പ് കടലയും എടുക്കാം. അതുപോലെ തന്നെ ഒരു കുക്കുംബർ ചെറുത് ഫുള്ളായിട്ട് തൊലി കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർത്ത് കൊടുക്കാം. കുക്കുംബർ ഹൈലൈറ്റ് ആണ് കേട്ടോ. ഇത് ഉറപ്പായും നിങ്ങളുടെ വെയിറ്റ് ലോസിനെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ തന്നെ വെയിറ്റ് സ്റ്റക്കുള്ളവർക്ക് നമ്മുടെ ഡിന്നറായിട്ട് എടുത്തോ, ഷുവറാണ് റിസൾട്ട് കേട്ടോ. ഒരു ചെറിയ സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു കുഞ്ഞി തക്കാളി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തിനാ ഒരു വഴിക്ക് പോകുകയല്ലേ, നമുക്ക് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ പച്ചമുളക്, എന്നിട്ട് ഒരു നാരങ്ങ കൂടി അങ്ങോട്ടൊന്ന് പിഴിഞ്ഞ് നമുക്ക് നന്നായി അങ്ങ് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഒരിത്തിരി സോൾട്ടും കൂടെ, ഞാൻ പിങ്ക് സോൾട്ടാണ് എടുത്തിരിക്കുന്നത്. കടല ഞാൻ ഉപ്പിട്ട് നന്നായി വേവിച്ചെടുത്തിരിക്കുന്നത് കൊണ്ടാണ് അധികം സാൾട്ട് ചേർക്കാത്തത്. അപ്പോൾ എല്ലാവരും അവരവരുടെ ആവശ്യത്തിന് ചേർക്കുക, എരിവും അതുപോലെ തന്നെ ഉപ്പും. ഉപ്പൊക്കെ കുറച്ച് എടുക്കുക. ഓക്കെ, ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ഉപ്പ്, പഞ്ചസാര, മൈദ ആ സാധനങ്ങളൊക്കെ നമ്മൾ പഞ്ചസാരയുടെ ഉപയോഗം പൂർണ്ണമായിട്ട് തന്നെ നമ്മൾ ഒഴിവാക്കി വെക്കുക. അപ്പോൾ നല്ല കിടിലനൊരു സാലഡാണ് കേട്ടോ. ഡയറ്റ് ചെയ്തിട്ട് വെയിറ്റ് സ്റ്റക്കാണെന്ന് പറഞ്ഞിരിക്കുന്നവർക്ക് ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഡിന്നറായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാൻ പറ്റും. ഇത് വളരെ സിമ്പിളാണ്. അതുപോലെ തന്നെ ഹെൽത്ത്, ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും ബെനിഫിറ്റ്സ് പറയേണ്ട കാര്യമില്ല. ആ എരിവും ആ പുളിപ്പും വാവ്, സൂപ്പറാണ് കേട്ടോ. നമുക്ക് നെക്സ്റ്റ് വിഷയം ഉറക്കത്തെ പറ്റി. നമ്മുടെ ഡയറ്റും ഉറക്കവും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അറിയണ്ടേ? ഉച്ചയുറക്കം ഉള്ളവരല്ലേ നിങ്ങളെല്ലാവരും? അപ്പോൾ അതൊന്നും നമുക്ക് നോക്കിയാലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ നാത്തൂൻസ് കിച്ചൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും, ഇഷ്ടപ്പെട്ടാലല്ല നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസാണ് ഇതിലെല്ലാം. അപ്പോൾ ലൈക്ക് ബട്ടൺ അമർത്താതെ പോകരുത്. അപ്പോൾ ബൈ.